2024 നവംബർ 28 അന്നാണ് മുന്നേ എപ്പോഴോ വാങ്ങി വെച്ച് മറന്നുപോയ ലോട്ടറി ഞാൻ കണ്ടത്. അക്ഷയ ഭാഗ്യക്കുറി ലോട്ടറി നമ്പർ 605935. ലോട്ടറി എടുത്തിട്ട് അതിന്റെ റിസൾട്ട് ഇപ്പോഴും പത്രത്തിലൊക്കെ നോക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? ഇത് 3-ാം തീയതി നറുക്കെടുത്ത ലോട്ടറിയാണ്. ഏതായാലും റിസൾട്ട് നോക്കാൻ ഞാൻ പത്രം തപ്പിയെടുത്തു. അങ്ങനെ പത്രത്താളുകൾ മറിച്ച് ചരമകോള പേജിന്റെ അപ്പുറം കിടക്കുന്ന ലോട്ടറി റിസൾട്ടിലെത്തി. പക്ഷേ ഈ നമ്പർ ആ റിസൾട്ടിലില്ല. അങ്ങനെ മനസ്സിലൊരു ചോയും പറഞ്ഞ് പത്രം മടക്കി തിരിച്ചു വെക്കാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ റിസൾട്ട് നോക്കിയ പത്രം 3-ാം തീയതി ആയിരുന്നു. അങ്ങനെ പത്രക്കെട്ടിൽ നിന്ന് 4-ാം തീയതി പത്രം എടുത്തു. 3-ാം തീയതി നറുക്കെടുപ്പിന്റെ ഫലം 4-ാം തീയതി പത്രത്തിലേ വരൂ. 5000 നോക്കി, 500 നോക്കി, ഏറ്റവും അവസാനം 100 നോക്കിയപ്പം അടിച്ചു മോനെ നമ്മുടെ ലോട്ടറി നമ്പർ 5935 രൂപ 100. പക്ഷേ ഇത് 3-ാം തീയതി നറുക്കെടുത്ത ലോട്ടറിയാണ്. നറുക്കെടുത്ത് 30 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് മാറ്റണം. 3-ാം തീയതി നറുക്കെടുത്ത ടിക്കറ്റ് ഇന്ന് ഡേറ്റ് 28. ഇനിയാകെ 4 ദിവസമേ ഉള്ളൂ ടിക്കറ്റ് മാറ്റാൻ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പൈസയൊക്കെ വരുമ്പോൾ ഒരു 500 രൂപയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ബുക്കിന്റെ ഇടയിൽ മാറ്റി വെക്കട്ടോ. മുന്നേ എപ്പോഴോ ഇങ്ങനെ വെച്ച് ഒരു 500ന്റെ കൂടെ ഈ ലോട്ടറി ഞാൻ വെച്ചിരുന്നു. ഇന്നിപ്പോൾ പൈസേന്റെ ആവശ്യം വന്ന് എടുത്തു നോക്കുമ്പോഴാണ് പൈസേന്റെ കൂടെ ഈ ലോട്ടറി ഇരിക്കുന്നത് കണ്ടത്. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നല്ലേ. അപ്പൊ ഈ ലോട്ടറി എന്തായാലും നമുക്ക് മാറ്റാൻ പോവാം. സന്തോഷമുള്ള കാര്യമല്ലേ. അതിനു മുന്നേ അമ്മേനോടൊന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ലോട്ടറി മാറ്റി കാശാക്കാൻ ഞാൻ റെഡിയായി. ലോട്ടറി കാശ് ഏതായാലും നമുക്ക് തടി പിടിപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി ടൗണിൽ പോയ ലോട്ടറി മാറ്റണം, പിന്നെ എന്നിട്ട് ആ പൈസയ്ക്ക് മീൻ വാങ്ങണം. എൻ്റെ അമ്മ നല്ല സ്റ്റൈലിനായിട്ട് മീൻ പേരോ കൂട്ടും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇടാം. പപ്പുവാ എന്താ ഇതൊക്കെ നിന്റെ പുറത്ത് എഴുതിയിട്ടില്ല. എടുത്തോട്ടോ. അങ്ങനെ സാധനം കിട്ടി. ഇത് നമുക്ക് ചട്ടിയിലാക്കാം. ഇതെൻ്റെ അമ്മ മീൻ നന്നാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കത്തിയാട്ടോ. നല്ല മൂർച്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കളയുന്നില്ല. ഇതിൻ്റെ പിടി പോയി. എന്നിട്ടൊരു മരുന്ന് ഉപ്പിൻ്റെ ഇത് വെച്ചിട്ട് 36 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടോ ഈ സൈസ്? അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മത്തി നന്നാക്കി നോക്കാൻ പോവാണ്. ഇത് ആദ്യം എന്ത് ചെയ്യണ്ടേ? ഇതങ്ങനെയാ ചാടിപ്പോയി. ക്ഷമിക്കുക, ഇത് പോകുന്നില്ലല്ലോ. ഇത് കീറിപ്പോയി. ഇതിങ്ങനെ പിടിക്കുക, തലയുടെ വാലൂടെ. ഇത് ചത്ത മത്തിയാട്ടോ. എങ്ങനെ പിടിക്കുക? ഇങ്ങനെ ഇങ്ങനെ വിരലിങ്ങനെ ഒതുക്കി പിടി. 4 വിരലിങ്ങനെ നീട്ടിപ്പിടി. എന്നിട്ട് ഒതുക്കി പിടിക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ചിരണ്ട് ഇങ്ങനെ. എന്നിട്ട് നീട്ടി കൊണ്ടു പഠിക്കുന്നവരും ഇങ്ങനെ നീട്ടി പുറത്തേക്ക് പോകും. ഈ മത്തിക്ക് എവിടുന്നാണ് ഇത്ര മണം വരും? പറയൂ. എനിക്കറിയില്ല. ഓരോ മീനിനും ഓരോ മണമല്ലേ. മത്തിക്ക് അതിൻ്റെതായ മണം. ഇത് മതിയോ? ഇനി വാലുണ്ടില്ല. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ വാല് മാത്രം കണ്ടിച്ചാൽ മതി. എന്താടാ കാണിക്കണ? മത്തി ഇനി ഇവിടുന്ന് ചെത്തിക്കളയടാ. അവിടുന്ന് അങ്ങനെ ചെത്തല്ല, അതിങ്ങനെ പിടിച്ചിട്ട് വാല് കണ്ടിച്ച പോലെ തന്നെ ചെത്തിയോ ഇങ്ങനെ. മത്തീനെ പിന്നെയും വധിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അമ്മ എന്നെ നേരത്തെ പറഞ്ഞു വിട്ടു. അങ്ങനെ മീൻ നന്നാക്കി കഴിഞ്ഞു. മീനിന്റെ ഉളുമ്പോണം പോകാനായിട്ട് കുറച്ച് കല്ലുപ്പും ചേർത്ത് ചട്ടിയിൽ തന്നെ അതിനെ തേച്ചെടുത്തു. എന്നിട്ട് കഴുകി വാരി വെക്കണം. ഇത് ഇംഗ്ലണ്ടിലുണ്ടാക്കിയ പറഞ്ഞു കേട്ടോ. ഉണ്ടോ? മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. എന്തോ സീല് പോലെ എന്തുണ്ട്, ജി ഫീൽഡോ. ഇനി മീന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. പൂച്ച സാറെത്തിയല്ലോ. എവിടുന്ന് മണം പിടിച്ച് വരുന്നാവോ. അങ്ങനെ മത്തി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് സവോള, ഇഞ്ചി, മുളക്. എന്നിട്ട് ഇത് മൂന്നും കഴുകി എടുത്തിട്ട് സവാള ഗിരിഗിരിഗിരിന്നും പറഞ്ഞ് അരിയണം. മുളകും ഇഞ്ചിയും കുനുകുനാന്നും അരിയണം. ഇനി വേണ്ടത് കരിയാപ്പിലയാണ്. ഫ്രഷ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി വേണ്ടിയ 2 കൂട്ടം തേങ്ങ ചിരകിയതും കുടംപുളിയും.
അതും കൂടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെപ്പ് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം കുടംപുളി, പുറകെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും മുളകും സവാളയും, പിന്നെ കരിയാപ്പിലയും തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ചട്ടിയിലിട്ട് തിരുമി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെക്കണം. മൂടി വെച്ച് കഴിക്കണം. മൂടി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി തിള വന്നോ നോക്കണം. തിള വന്നോ ഒന്നും നോക്കണ്ട, മീനിട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിന് പകരം കാന്താരി ഇടാം. പിന്നെ വെളുത്തുള്ളി ഓപ്ഷണലാണ്. എന്നിട്ട് നൈസിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി മറിച്ചിടാം. എന്നിട്ട് വെള്ളം വറ്റുന്നവരെ കാത്തിരിക്കണം. ഏകദേശം വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞൊരു ഇളക്കിളക്കുമ്പോഴത്തേനും നല്ലോണം വെള്ളം പറ്റിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മീൻ പീര റെഡി ആയിരിക്കുകയാണ്. ഏതായാലും ഇത് ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കേണ്ട പറയല കേട്ടോ, പൊക്കി പറയല. നല്ല കിട്ടുന്ന ടേസ്റ്റ് ആട്ടോ. ഉപ്പും പുളിയും എരിവും അതുകൊണ്ട് സെറ്റപ്പാണ്.